ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക നന്ദനോട് തന്റെ കഴിഞ്ഞ കാല കഥകൾ താൻ മറന്നിട്ടില്ലെന്നും നിങ്ങൾക്കൊക്കെ പ്രായമായതുകൊണ്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ അത് എന്റെ മനസ്സിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെ എന്റെ ഓർമ്മയിലുണ്ടെന്നുള്ള അവന്തികയുടെ വെല്ലുവിളി കേട്ട് നന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അവന്തിക അന്ന് സേതുമാധവൻ വിനയചന്ദ്രൻ എന്ന അവന്തികയുടെ അച്ഛനുമായി പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന സമയത്ത് അവർ രണ്ടുപേരും റവന്യൂ വകുപ്പിൽ നിന്ന് വരുന്ന പുതിയ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച്, ആ കൊട്ടേഷൻ അവർക്ക് തന്നെ ലേലത്തിൽ പിടിക്കുന്നതിന് വേണ്ടി അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു. അക്കാര്യം പറയുവാനായി സേതുമാധവൻ വിനയചന്ദ്രൻ എന്ന അവന്തികയുടെ അച്ഛന്റെ അരികിലേക്ക് എത്തി. അവിടെ അവന്തികയും അനുജത്തി അനഘയും ഉണ്ടായിരുന്നു. അവരെ ഇരുവരെയും കണ്ട ഉടനെ അവന്തിക ചായയുമായി വരുന്ന സേതുമാധവന്റെ അരികിലേക്ക് എത്തിയതും അവന്തികയെ കണ്ട് ചോദിച്ചു, മോൾ ഇവിടെ ഉണ്ടായിരുന്നോ, എപ്പോ എത്തി എന്ന് അന്വേഷിച്ചപ്പോ അവള് പഠിത്തം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, ഇനി ഹയർ സ്റ്റഡീസിന് വിടണം, ഇത് മോള് കഴിഞ്ഞ ദിവസത്തേക്ക് വന്നോളൂ, 1-2 ദിവസത്തേക്ക് ഇവിടെ കാണും എന്ന് അനഘയെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ വിനയചന്ദ്രൻ ഇരുവരെ കുറിച്ച് പറയുകയും പിന്നെ ഇവളുടെ ഇപ്പോഴത്തെ ആഗ്രഹം പഠിത്തം കഴിഞ്ഞതുകൊണ്ട് ഉടനെ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നാണ് ഇവൾ പറയുന്നത് എന്ന് അവന്തികയെ കുറിച്ച് വിനയചന്ദ്രൻ സേതുമാധവനോട് അറിയിച്ചു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, അത് നല്ല കാര്യം തന്നെയാണ്, ബിസിനസ്സിലേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അവന്തികയോട് വിനയചന്ദ്രൻ പറഞ്ഞു, അതെ, ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ പാഠങ്ങളും ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ അറിയാനും പഠിക്കാനും ഉണ്ടെങ്കിൽ അത് സേതുവിനെ നോക്കിയാൽ മതി. സേതുവിന്റെ കൂടെ നിന്നാൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വ്യക്തമായി സേതു പറഞ്ഞു തരികയും ചെയ്യും. അപ്പോഴേക്കും സേതു പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ വലിയ വിജയം കൈവരിച്ച ആളൊന്നുമല്ല, പക്ഷെ ഇതുവരെ ചെയ്ത ബിസിനസ്സിലൊക്കെ നമുക്ക് എന്തായാലും ഒരിക്കലും നഷ്ടം സംഭവിച്ചിട്ടില്ല. ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്വേഷമോ പകയോ ഒന്നും ഒരിക്കലും വെച്ചു പുലർത്തരുത് എന്ന് മാത്രമാണ്. പിന്നെ ഞാൻ വന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കൊട്ടേഷൻ, ആ വരുന്ന പുതിയ ലേലത്തിന്റെ കാര്യം പറയാനാണ് ഞാനിപ്പോ വന്നത്. ഇത്തവണ പഴയതുപോലെ അത്ര നിസ്സാരമല്ല നമ്മുടെ കാര്യം. എന്തായാലും ഇത്തവണ കൊട്ടേഷൻ എനിക്കോ നിനക്കോ കിട്ടിയാൽ, നമുക്ക് ആർക്ക് കിട്ടിയാലും പഴയതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് വേണം അത് ചെയ്യാൻ. ഇത്തവണ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഇത്തവണ നമുക്ക് ഒരുമിച്ച് കൊട്ടേഷൻ കൊടുക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ കൊട്ടേഷൻ കൊടുക്കാം, അതാണ് നല്ലത്. അവന്തിക ഗ്രൂപ്പും അതുപോലെ തന്നെ നെല്ലിശ്ശേരി അസോസിയേറ്റ്സും അങ്ങനെ രണ്ടായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊട്ടേഷൻ കൊടുത്താൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നിനക്ക് കിട്ടിയാൽ അത് മതിയല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ എന്ന് സേതുമാധവൻ വിനയചന്ദ്രനോട് അറിയിച്ചു. അത് കേട്ടതോടെ വിനയചന്ദ്രൻ പറഞ്ഞു, അതിനെന്താ, അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല, കൊട്ടേഷൻ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത്തവണത്തെ ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ സേതുമാധവൻ പറഞ്ഞു, അതെ, എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നല്ലൊരു ശതമാനം ഷെയർ ഞാൻ നിനക്കും തരാം എന്ന് പറഞ്ഞപ്പോ അവന്തികയുടെ അച്ഛൻ പറഞ്ഞു, അതിനെന്താ, നീ എനിക്ക് തരുന്ന ആ ഷെയർ, നീ എനിക്ക് തരുന്ന ലാഭവിഹിതമാണ് എന്റെ ലാഭം, അത് യാതൊരു മാറ്റവുമില്ല. എനിക്ക് നീ തരുന്നത് ഞാൻ എന്റെ വിജയമായിട്ടും എന്റെ ലാഭവിഹിതമായിട്ടും എന്റെ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ നേട്ടമായിട്ടുമാണ് ഞാൻ കരുതുന്നത് എന്ന് സേതുമാധവനോട് അവന്തികയുടെ അച്ഛൻ അറിയിച്ചു. അത് കേട്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ സേതുമാധവൻ എല്ലാ നേട്ടങ്ങളും കൊണ്ടുപോകുന്നുവെന്നും സേതുമാധവൻ മാത്രം പണം കൂടുതൽ സമ്പാദിക്കുന്നു എന്നുള്ള ഒരു അസൂയയും കുശുമ്പുമൊക്കെ അവന്തികയുടെ മനസ്സിൽ അന്നു മുതലേ ആ ജലസി ഉണ്ടാകുന്നു. ഉടനെ തന്നെ ഇരുവരോടുമായിട്ട് അവന്തിക പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അത് കേട്ട ഉടനെ സേതുമാധവനോട് ഒരു കാര്യം താൻ പറയട്ടെ എന്ന്, ഒരു അഭിപ്രായം പറയട്ടെ എന്ന് അവന്തിക പറയാൻ തുടങ്ങുമ്പോ വിനയചന്ദ്രൻ പെട്ടെന്ന് തടഞ്ഞു. വേണ്ട, നീ ഒന്നും പറയണ്ട, ഇതിൽ എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, അങ്ങനെയല്ല വിനയ, അവൾ പറയട്ടെ, അവൾക്കും നമ്മളെ പോലെ പഠിത്തവും വിവരവുമുള്ള കുട്ടിയല്ലേ, അവൾ പറയട്ടെ എന്ന് പറഞ്ഞപ്പോ ഉടനെ അവന്തിക ചോദിച്ചു, അല്ല, നമ്മള് ഇത്രയും നാളും ലേലം പിടിച്ചത് എവിടെ നിന്നാണോ ഇത്രയും നാളും നമ്മൾ ലേലത്തിൽ ഓരോ കൊട്ടേഷനും പിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ബിസിനസ്സും പിടിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത്തവണയും നമുക്ക് ആ ലേലം നടത്തുന്ന സ്ഥലത്തുള്ള ആളുകളെ, അവിടുത്തെ ആ ക്ലർക്കിനെയും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. അപ്പോ അയാളോട് സംസാരിച്ചാൽ അവിടെ ആരൊക്കെ ഏത് റേറ്റ് ആണ് ഈ ഒരു കൊട്ടേഷനായിട്ട്, ഈ ഒരു ലേലത്തിന് കൊട്ടേഷൻ നൽകുന്നതെന്ന് അറിയാൻ കഴിയുമല്ലോ. അങ്ങനെ അയാൾ വഴി സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ പണം എത്രയാണ് ഓരോരുത്തരും വെക്കുന്നതെന്ന് അറിയാം, അതിൽ കൂടുതൽ എമൗണ്ട് നമ്മുടെ കൊട്ടേഷനിൽ വെച്ചാൽ പോരെ, അപ്പൊ കാര്യം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഉടനെ സേതുമാധവൻ അത് കഴിഞ്ഞിട്ട് തലകുലുക്കി. അപ്പോഴേക്കും വിനയചന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ സേതു, ഇതാണ് ഇവളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അവളുടെ ബുദ്ധി കണ്ടോ, ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചില്ല, അപ്പൊ തന്നെ അവൾക്ക് എല്ലാവരെയും ചതിക്കണം എന്നുള്ള ചിന്താഗതിയാണ്, ഇത്രയും ചതിയും വഞ്ചനയുമാണ് അവളുടെ മനസ്സിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇതുപോലെ തന്നെയായിരുന്നു ഇവളുടെ അമ്മയുടെ കാര്യം. എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ മറുപുറമാണ് ആദ്യം അവർ ചിന്തിക്കുക എന്ന് സേതുമാധവനോട് വിനയചന്ദ്രൻ അറിയിച്ചു. ഉടനെ സേതു പറഞ്ഞു, മോള് പറഞ്ഞതിൽ തെറ്റൊന്നും തന്നെ ഇല്ല, പക്ഷെ ഒരു കാര്യം മോൾ ആദ്യം മനസ്സിലാക്കണം,
ബിസിനസ്സിൽ നേരും നെറിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിശ്വാസം, അതിനെ ഒരിക്കലും നമ്മൾ പണയം വയ്ക്കാനോ വിശ്വാസത്തെ ഒരിക്കലും കളഞ്ഞു പിടിക്കാനോ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഏത് വിശ്വാസവും അല്ലെങ്കിൽ എന്തിൽ നമ്മൾ വിശ്വസിക്കുന്നോ ആ വിശ്വാസം ഒരിക്കലും തകരാനും ഇടയാക്കരുത്. അതുപോലെ തന്നെ ഒരിക്കലും വിശ്വാസ വഞ്ചനയും കാട്ടരുത്. അതാണ് ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് വിജയം കൈവരിക്കാൻ അത് മാത്രമേ നമ്മളെ ഉപകരിക്കുകയുള്ളൂ. ഒരിക്കലും അത്തരം ചിന്താഗതിയിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കരുത്. ഒരാളെയും ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും അവരെ തകർക്കാമെന്നോ അവരെ ഇല്ലാതാക്കാമെന്നോ നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയോ അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് ആലോചിക്കുക പോലും ചെയ്യരുത്. അതാണ് ബിസിനസ്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്ന് സേതുമാധവൻ പറഞ്ഞു. അതെല്ലാം കേട്ടതിന് ശേഷം അവധിക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വിനയചന്ദ്രനോട് സേതുമാധവൻ പറഞ്ഞു, എന്നാ നമുക്കിനി ക്ലബിൽ വെച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്തായാലും കൊട്ടേഷൻ തുക എത്ര കൊടുക്കണം, എത്രയായി കൊടുക്കേണ്ടത്, എമൗണ്ട് എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ക്ലബിൽ വെച്ചൊരു തീരുമാനത്തിലെത്താം എന്ന് സേതുമാധവൻ വിനയചന്ദ്രനോട് അറിയിച്ചു. അത് കേട്ട വിനയചന്ദ്രൻ, ശരി ഞാൻ ക്ലബിലേക്ക് വന്നേക്കാടാ, നീ എന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് സേതുമാധവനോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് വിനയചന്ദ്രൻ പറഞ്ഞയച്ചു. അങ്ങനെ വിനയചന്ദ്രനോട് സേതുമാധവൻ കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ഉടനെ അവന്തികയ്ക്ക് സേതുമാധവന് മാത്രം എപ്പോഴും എല്ലാ ബിസിനസ്സിലും നേട്ടമുണ്ടാകുന്നുവെന്നും സേതുമാധവൻ മാത്രം ലാഭം കൊയ്യുന്നു എന്നുള്ളതിന്റെ ആ അസൂയയും കുശുമ്പും മനസ്സിൽ അങ്ങനെ കിടക്കുന്നതിനാൽ അവന്തിക വേഗം തന്നെ അവിടുന്ന് സേതുമാധവനെ പറഞ്ഞയച്ചിട്ട് വരുന്ന വിനയചന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ഈ സേതു അങ്കിളിന്റെ പിന്നാലെ എപ്പോഴും പോകുന്നത്? സേതു അങ്കിളിന്റെ കൊട്ടേഷനെ കുറിച്ച് അച്ഛൻ എന്താ നോക്കുന്നത്? നമുക്ക് നമ്മുടേതായ രീതിയിൽ കൊട്ടേഷൻ കൊടുത്തൂടെ? ഒരു കൊട്ടേഷൻ എമൗണ്ട് നമുക്ക് കോട്ട് ചെയ്തൂടെ? അല്ലാതെ അവര് നിശ്ചയിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് എന്താ അച്ഛത്തെ നിർബന്ധം എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ അവന്തികയോട് വിനയചന്ദ്രൻ പറഞ്ഞു, മോളെ, സേതു ഇന്നേ വരെ എന്നെ വഞ്ചിച്ചിട്ടില്ല. സേതു എന്നെ കൃത്യമായി മനസ്സിലാക്കിയ എന്നെ നല്ലൊരു പാർട്ട്ണറാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് നല്ലൊരു സഹായിയും അല്ലെങ്കിൽ എന്റെ ഒരു സഹോദര തുല്യനായിട്ടാണ് സേതു എന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന, എന്നെ മനസ്സറിയുന്ന, എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു സഹോദരൻ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട മോളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിലെ വീഴ്ചകൾ എന്താണെന്നും എങ്ങനെയാണ് നേട്ടം ഉണ്ടാക്കേണ്ടതെന്നും ഒക്കെ വ്യക്തമായിട്ട് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത് തൽക്കാലം ബിസിനസ്സിലേക്കൊന്നും നീ വരണ്ട എന്നും നീ കരുതുന്നത് പോലെയല്ല ബിസിനസ്സിലെ കാര്യങ്ങളെന്നും. അതുകൊണ്ട് ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ ഒരിക്കലും സേതു പറഞ്ഞതുപോലെ വിശ്വാസവഞ്ചന ചെയ്യാനും പാടില്ല എന്ന് വിനയചന്ദ്രൻ അവന്തികയോട് അറിയിച്ചു. വിനയചന്ദ്രന്റെ വാക്കുകൾ കേട്ട് അവന്തിക ആകെ വിഷമത്തോടെ തലകുനിച്ചങ്ങ് നിൽക്കുമ്പോ ഇതിൽ നിന്ന് എങ്ങനെയാണ് അച്ഛൻ സേതുമാധവൻ എന്ന ആ മനുഷ്യനെ വല്ലാതെ വിശ്വസിച്ചിരിക്കുകയാണ്. എങ്ങനെയും അച്ഛന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് അച്ഛനെ പുറത്തു കൊണ്ടുവരണം. അയാള് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് അയാൾ പറയുന്ന എന്തും അച്ഛൻ വിശ്വസിക്കും. അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും നമ്മുടെ അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരിക്കലും ഉയർച്ചയിലേക്ക് വരില്ല എന്ന് അവന്തിക മനസ്സിൽ ചിന്തിച്ചു. ഉടനെ തന്നെ അവന്തിക തന്റെ അമ്മാവനായ ഹരിഹരനെ വിളിക്കുന്നു. ഹരിഹരൻ ഉടനെ കോൾ എടുത്തതും, അമ്മാവ, എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മാവനെ കാണണമെന്ന് അവന്തിക പറഞ്ഞു. അതിനുശേഷം ഹരിഹരൻ ലേലം വിളിക്കുന്നതിന് വേണ്ടി വരുന്ന ആ ഓഫീസേഴ്സിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലർക്കിനെ സ്വാധീനിക്കുന്നു. അയാളുടെ ഫോണിലേക്ക് ഹരിഹരൻ വിളിച്ചു. അയാള് കോൾ എടുത്തതും ഗോപാലകൃഷ്ണൻ എന്ന അയാൾ കോൾ എടുത്തിട്ട് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഹരിഹരനല്ലേ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചതും, അല്ല, എന്റെ മകളാ വരുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ എന്നാ ശരി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വഴിയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്കായി കാത്തുനിന്നു. ആ സമയത്ത് അവിടേക്ക് അവന്തിക വന്നെത്തി. കാറിൽ നിന്നിറങ്ങിയ അവന്തിക വേഗം ഗോപാലകൃഷ്ണൻ അരികിലെത്തി, ഗോപാലകൃഷ്ണൻ സാറല്ലേ എന്ന് അന്വേഷിച്ചു. അതെ, ഞാൻ തന്നെയാണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്ക് അല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് അയാൾ സമ്മതിച്ചു. അതെ, ഞാൻ വന്നത് സേതുമാധവൻ, അതായത് നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് ഉണ്ടല്ലോ, നെല്ലിശ്ശേരി അസോസിയേറ്റ്സും അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസും എല്ലാ തവണയും ഇതുപോലെ ലേലത്തിൽ ഓരോ ബിസിനസ്സും ഓരോ കൊട്ടേഷൻ വെക്കുന്നതും ബിസിനസ് പിടിക്കുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇത്തവണ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കൊട്ടേഷൻ കൊടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ കൊട്ടേഷൻ ഒരു കാരണവശാലും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കിട്ടാൻ പാടില്ല. അവർക്കൊരിക്കലും അത് സ്വന്തമാക്കാൻ കഴിയരുത്. ഇത്തവണത്തെ കൊട്ടേഷൻ കിട്ടുന്നത് അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനായിരിക്കണം. അത് ഇത്തവണത്തേത് മാത്രമല്ല, ഇനി മുന്നോട്ട് വരുന്ന ഓരോ ബിസിനസ്സിലെയും എല്ലാ കൊട്ടേഷനും അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് തന്നെ കിട്ടണം. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അങ്ങനെ ഇല്ലാതായി തീരണം. അതാണ് വേണ്ടത്. അതിനുള്ള കാര്യമാണ് ഞാനിപ്പോ സാറിനോട് അതിനുവേണ്ടിയാണ് ഒരു സഹായം ചോദിച്ചാൽ വന്നിരിക്കുന്നത്.
ഇത്തവണ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഒരു കാരണവശാലും ഇത്തവണ ഈ നേട്ടം കൈവരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് അവന്തിക ചോദിച്ചു. അവന്തികയുടെ ആ ചോദ്യം കേട്ടതും ഉടനെ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, കുട്ടി പറഞ്ഞതുപോലെ ഇത്തവണ ഈ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഈ ഒരു നേട്ടം കൈവരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരുന്നാൽ പോരെ, അത് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് ക്ലർക്ക് അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എല്ലാ തവണയും അച്ഛനും നെല്ലിശ്ശേരിയിലെ സേതുമാധവനും ഒന്നിച്ചായിരുന്നോ, ഇവിടെ എന്ത് കൊട്ടേഷൻ വന്നാലും അവര് ഒന്നിച്ചാണ് അതിന് കൊട്ടേഷൻ കൊടുത്തിട്ടിരുന്നത്. ഏത് ലേലം പിടിച്ചാലും അവർ ഒന്നിച്ചാണ് ആ ബിസിനസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് എന്റെ അച്ഛന് കിട്ടുന്നത് തുച്ഛമായ ലാഭവിഹിതം മാത്രമാണ്. ഇനി മുതൽ അത് പാടില്ല എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിസിനസ്സിൽ ഞങ്ങളുടെ കമ്പനിയും ഒരു ഉയർച്ചയിലേക്ക് എത്തണം, ഞങ്ങളുടെ കമ്പനിക്കും ഒരു നേട്ടമുണ്ടാകണം, ഞങ്ങളുടെ കമ്പനിയും എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു കമ്പനിയായി, ഞങ്ങളുടെ കമ്പനിക്കും പേര് കേട്ട ഒരു കമ്പനിയായി അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാറണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. സാറിനെ കൊണ്ട് അത് സാധിക്കും. അതുകൊണ്ട് സാറ് വിചാരിച്ചാൽ അങ്ങനെ ഒരു സഹായം എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ഉടനെ അവന്തികയുടെ ആ വാക്ക് കേട്ട അയാൾ പറഞ്ഞു, കുട്ടി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സത്യമാണ്. കുട്ടി ആവശ്യപ്പെട്ടതുപോലെ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നെ പോലെ ഒരു ക്ലർക്ക് വിചാരിച്ചാൽ അതിന് തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരാനും കഴിയും. പക്ഷേ ഒരു കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ആ ബിസിനസ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ലാഭവിഹിതം കോടികളാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ കൊട്ടേഷനും നിങ്ങൾക്ക് ഞാൻ നേടിത്തരുമ്പോ ഒരു കാര്യം തന്നെ നിങ്ങൾ എനിക്ക് ചെയ്യണം. അതിൽ നിന്ന് 20 ലക്ഷം രൂപ എനിക്ക് ലാഭമായിട്ട് തരണം. അതിൽ നിന്ന് 20 ലക്ഷം രൂപ എനിക്ക് നിങ്ങൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൊട്ടേഷനും അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് തന്നെ ഞാൻ മറിച്ചു തരാം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അവന്തികയ്ക്ക് സന്തോഷമായി. അവന്തിക പറഞ്ഞു, തീർച്ചയായിട്ടും സർ, സാറിനുള്ള തുക ഞാൻ 20 ലക്ഷം അത് ഞാൻ തന്നോളാം. അതില് സാറിന് തുകയുടെ വലിപ്പമൊന്നും ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ലേല സ്ഥലത്തും മുഴങ്ങി കേൾക്കേണ്ടത് അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരായിരിക്കണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം എന്ന് അവർ അയാളോട്, ആ ക്ലർക്കിനോട് അവന്തിക അറിയിച്ചു. അത് കേട്ടതോടെ ക്ലർക്ക് സമ്മതം മൂളി. ഉടനെ തന്നെ അവന്തിക ആ പണം കൊടുക്കാനായി തയ്യാറായി. തന്റെ കയ്യിലിരുന്ന ആ ചെക്ക് ലീഫ് അവന്തിക അയാൾക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, എമൗണ്ട് സാറിന് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞു, പിന്നെ ഇതിൽ ചെക്ക് ലീഫ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അവർക്കെതിരെ ഒരു കുറ്റാരോപണം കൂടി ഉണ്ടാക്കണം. അതായത് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അങ്ങനെ ഒരു കുറ്റാരോപണം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന് ഈ ലേല സ്ഥലത്ത് ഒന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എന്നേക്കുമായി അവരുടെ കമ്പനിയെ ബാൻ ചെയ്തു വിടും. അതിന് നാളെ എന്റെ പക്കൽ കുറച്ച് പണം കുട്ടി രാവിലെ തന്നെ എത്തിക്കണം എന്നറിയിച്ചു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, ശരി സാർ, നാളെ തന്നെ പണം ഞാൻ സാറിന്റെ കയ്യിൽ എത്തിച്ചോളാം. നാളെ മുതൽ അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിജയത്തിന്റെ തുടക്കമാകണം എന്ന് പറഞ്ഞതും ശരി, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ലേലം വിളിക്കുന്ന സ്ഥലത്ത് അവിടെ ഓരോ കമ്പനികളുടെയും പ്രധാന വ്യക്തികൾ അവിടെ എത്തിക്കഴിഞ്ഞു. ലേലത്തില് അവരവരുടെ കൊട്ടേഷൻ നൽകുന്നതിന് വേണ്ടി അവിടെ വിനയചന്ദ്രനും സേതുമാധവനും അവിടെ എത്തി. വിനയചന്ദ്രനും സേതുമാധവനും കൊട്ടേഷൻ കൊടുക്കാനായി എത്തിയത് അവിടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചോളൂ എന്ന് ഗോപാലകൃഷ്ണനോട് ആ ഓഫീസേഴ്സ് അറിയിച്ചു. ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ അവിടെ ചെന്ന് ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഫയലുകൾ വാങ്ങിക്കുന്നു. സേതുമാധവന്റെയും ഒപ്പം വിനയചന്ദ്രന്റെയും ഒക്കെ ആദ്യം ഫയലുകൾ വാങ്ങിച്ച് അവരെല്ലാവരുടെയും ഫയലുകൾ വാങ്ങിച്ചതിന് ശേഷം ക്ലർക്ക് വേഗം അത് അവിടെ തിരിച്ചു കൊണ്ടുപോയി ആ ടേബിളിലേക്ക് വെക്കാനായി പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് വേഗം സേതുമാധവന്റെ ഫയലിൽ വെക്കേണ്ട ആ എമൗണ്ട് ഗോപാലകൃഷ്ണൻ തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അത് കൃത്യമായി അറിയാതെ മറ്റൊരാളുടെ, അതായത് വിനയചന്ദ്രന്റെ ആ ഫയലിലേക്ക് എടുത്തു വെക്കുന്നു. ഈ സമയത്ത് ഫയലുകൾ കിട്ടിയ ഫയലുകളെല്ലാം കൂടെ ടേബിളിലേക്ക് വന്നതിന് ശേഷം ഓഫീസേഴ്സ് ഓരോരുത്തരുടെയും ഫയൽ എടുത്ത് നോക്കി കൊട്ടേഷൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കൊട്ടേഷൻ വായിച്ച് രണ്ടാമത്തെ കൊട്ടേഷൻ എടുത്ത് തുറന്നു നോക്കിയപ്പോഴേക്കും അതില് നോട്ട് കെട്ടിരിക്കുന്നത് കണ്ടു. വിനയചന്ദ്രന്റെ ഫയലിനുള്ളിൽ ആ നോട്ട് കെട്ട് കണ്ടതോടെ ആകെ ആശയത്തോടെ എല്ലാവരും നോക്കി. ഇതെന്താ, നേരിട്ട് കൈക്കൂലി തരാൻ നോക്കിയിരിക്കണോ എന്ന് ഉടനെ അദ്ദേഹം ആ ഓഫീസർ ചോദിച്ചത് കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, സാറേ, അത് ആരാണെന്ന് നോക്കിയോ സാറേ, നേരിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഇത്ര വ്യക്തമായിട്ട് സാറിന് ഈ കൊട്ടേഷന് പകരം ഇവിടെ ഇതുപോലെ കൈക്കൂലി തന്നത് അതാരാണെന്ന് അവരുടെ പേരൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞു.
ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം ആ ഫയല് ആരുടേതാണെന്ന് അറിയാനായി അതിനകത്ത് വെച്ചിരുന്ന കൊട്ടേഷൻ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നു. അതെടുത്ത് തുറന്നു നോക്കിയ ഉടനെ തന്നെ ഏത് കമ്പനിയാണെന്ന് അറിയുവാൻ നോക്കിയതും സേതുമാധവന് കമ്പനിയെ കുറിച്ച് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റേതാണെന്ന് പ്രതീക്ഷയിൽ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അവന്തിക അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ വിനയചന്ദ്രനെ സേതുമാധവൻ നോക്കി. ഉടനെ സേതുമാധവൻ പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവർ ചോദിച്ചു, പിന്നെ നിങ്ങൾ കൊടുത്ത ഫയലിൽ നിന്നല്ലേ ആ പണം കണ്ടെത്തിയിരിക്കുന്നത്, അപ്പൊ പിന്നെ നിങ്ങൾ കൊടുത്തല്ലാതെ പിന്നെ വരുമോ എന്ന് ചോദിച്ചു. ഉടനെ ഗോപാലകൃഷ്ണൻ അപ്പോഴേക്കും ആശങ്കയിലായി. ദൈവമേ, ചതിച്ചോ, ഞാൻ വെച്ച ഫയൽ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞത്. ഉടനെ അവിടെ ഇരുന്ന ആളുകൾ പലരും പറഞ്ഞു, അതെ, അപ്പോ ഇതുവരെയുള്ള നിങ്ങൾ നേടിയെടുത്ത കൊട്ടേഷനുകളൊക്കെ ഇങ്ങനെയായിരുന്നു അല്ലെ? ഇത്രയും നാളും നെല്ലിശ്ശേരി അസോസിയേറ്റ്സും അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഒരുമിച്ചായിരുന്നല്ലോ കൊട്ടേഷൻ കൊടുത്തിരുന്നത്. ഇത്തവണ ഇവർ രണ്ടായിട്ട് കൊടുത്തത് ഇക്കാരണത്താലായിരിക്കും അല്ലെ എന്നൊക്കെ അവർ പലരും സംശയം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ഇവർ നൽകിയ കൊട്ടേഷനുകളിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടായിരുന്നുവെന്ന് വേണം സംശയിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ സേതുമാധവൻ മനഃപൂർവ്വം ഇയാളെ ഒഴിവാക്കിയതായിരിക്കും, ഇയാളെ കൂടെ കൂട്ടാതെ ഇത്തവണ തനിച്ച് കൊട്ടേഷൻ കൊടുത്തതും അതുകൊണ്ടായിരിക്കും അല്ലെ എന്നൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞു. എല്ലാം കേട്ടതോടെ വിനയചന്ദ്രൻ ആകെ ടെൻഷനിലായി. ഉടനെ അവിടുന്ന് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അതെ, ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എനിക്ക് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നേരിട്ട് തന്നെ കൈക്കൂലി തന്ന് എന്നെ സ്വാധീനിക്കാനായി ശ്രമിച്ചതിന്റെ പേരിൽ ഇനിയും ഈ അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇനി ഇതുപോലെയുള്ള ലേലങ്ങളിൽ പങ്കെടുക്കുവാനോ അവരുടെ കമ്പനി എന്നുള്ള ഈ ഒരു ലേബൽ പോലും അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സർട്ടിഫിക്കേഷൻ പോലും ഞാൻ ഇതോടെ ബാൻ ചെയ്ത് കളയുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. അത് കേട്ടതോടെ അവന്തികയുടെ അച്ഛൻ വിനയചന്ദ്രൻ ആകെ തകർന്നു പോന്നു. അങ്ങനെ ആ വിനയചന്ദ്രൻ ആകെ തകർന്ന മനസ്സുമായി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതോടൊപ്പം ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്തു എന്ന് കൂടി അറിയിച്ചതോടെ ആകെ വിഷമത്തിലായി വിനയചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ വിനയചന്ദ്രനെ പിടിച്ചിരുത്താൻ ശ്രമിച്ചു. വിനയ എന്ന് വിളിച്ചിട്ടും സേതുമാധവന്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് വിനയചന്ദ്രൻ വേദനയോടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് അറിയുവാനായി അവന്തിക ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോ അവന്തികയുടെ അരികിലേക്ക് എത്തിയ ഹരിഹരൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, സങ്കടപ്പെടാതെ, ഇത്തവണ എന്തായാലും ഈ കൊട്ടേഷൻ മോൾക്കൊക്കെ തന്നെ കിട്ടും, അത് തീർച്ചയാണല്ലോ. നമുക്ക് തന്നെ ഇത്തവണത്തെ ഈ ബിസിനസ് നമുക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയും, അത് റെഡിയാക്കി തരാമെന്നാണല്ലോ ആ ക്ലർക്ക് പറഞ്ഞിരിക്കുന്നത്. മോളതോർത്ത് ആശങ്കപ്പെടാതെ ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത മോൾക്ക് കേൾക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടതും അവന്തിക പറഞ്ഞു, ഇക്കാര്യം അച്ഛനെങ്ങാനും അറിഞ്ഞാലേ അച്ഛന് വല്ലാത്ത സംശയമാകും. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് അച്ഛന് നേരത്തെ തന്നെ സംശയമുണ്ട്. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ അച്ഛൻ എന്നെ താക്കീതും ചെയ്തതാണ്. സേതുമാധവനെതിരെ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായെന്ന് അറിഞ്ഞാൽ അച്ഛൻ തീർച്ചയായിട്ടും ചിലപ്പോൾ എന്നെ സംശയിക്കാനും സാധ്യത ഏറെയാണ് അമ്മാവ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് അവന്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ, ഇത് ആ ക്ലർക്കാണ് വിളിക്കുന്ന അമ്മാവ എന്ന് പറഞ്ഞിട്ടും ഉടനെ അമ്മാവൻ പറഞ്ഞു, മോളെ, നീ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരിക്കും അയാൾ പറയാൻ പോകുന്നത്, മോള് സംസാരിക്കേ എന്ന് പറഞ്ഞതും അവന്തി വളരെ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. സാർ എന്തായി എന്ന് ചോദിച്ചിട്ടും ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ, ഒരു പ്രശ്നം ഉണ്ടായി എന്നറിയിച്ചു. എന്ത് പ്രശ്നം എന്ന് അവന്തിക അന്വേഷിച്ചതും നമ്മുടെ നീക്കങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ സേതുമാധവൻ അറിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് സത്യത്തിൽ ഇന്നിവിടെ സംഭവിച്ചത്, ഞാൻ സേതുമാധവന്റെ ഫയലിൽ ആ പണം വെച്ചപ്പോ അതിനു മുൻപ് തന്നെ അയാള് മോളുടെ അച്ഛന്റെ ഫയലിൽ അതുപോലെ കൈക്കൂലി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ കൊട്ടേഷൻ പൊട്ടിച്ചപ്പോ അവന്തിക അസോസിയേറ്റ്സിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന ആ ഒരു തുക മറികടന്ന് ആ ഓഫീസറുടെ കയ്യിലേക്ക് കൈക്കൂലിയായിട്ട് 5000 രൂപ അവിടെ കൈക്കൂലി വെച്ചിരിക്കുന്നത് കാണാനിടയായി. അതോടെ തന്നെ ഇവിടെ ആകെ പ്രശ്നമായി. അതോടെ ഇപ്പോ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണിവർ. കൊട്ടേഷൻ ഇനി എന്തായാലും ഇന്ന് ഈ ഒരു ലേലം നടക്കില്ല എന്നും മാത്രമല്ല അവന്തിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള വിധി കൂടി അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു എന്ന് അറിയിച്ചതോടെ ആകെ വിഷമത്തിലാകുന്നു അവന്തിക. അങ്ങനെ ആകെ തകർന്നു നിന്ന അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ അവന്തിക നോക്കി. അയ്യോ, അപ്പോ ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോയല്ലോ,
അച്ഛന് ഇന്ന് ഈ ഒരു ബിസിനസ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതിപ്പോ വന്നിരിക്കുന്നത് നേരെ തിരിച്ചായി പോയല്ലോ. അച്ഛനാണെങ്കിൽ ചെറിയ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും മനക്കെട്ടിയില്ലാത്ത ആളാണ്. മനസ്സാകെ തകർന്നു പോകും. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ലല്ലോ അമ്മാവ എന്ന് പറഞ്ഞ് അവന്തിക ആകെ ടെൻഷനിലായി. ഉടനെ അവന്തികയെ അമ്മാവൻ ആശ്വസിപ്പിച്ചു. മോളെ ടെൻഷൻ ആവാതെ, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്നാൽ തീർച്ചയായിട്ടും വീട്ടിൽ വന്നിട്ടുണ്ടാകും, മോള് സമാധാനപ്പെട എന്ന് പറഞ്ഞ് അവന്തികയെ ഹരിഹരൻ ആശ്വസിപ്പിക്കുന്നു.